ഇന്നത്തെ കുട്ടികൾക്ക് വല്ലാത്ത വാശിയ. വെക്കേഷന്റെ സമയവാ. എന്റെ ഉമ്മമാരോട് പറയുന്നു, റോഡ് സൈഡിൽ നോക്കുമ്പോ കാണാം ഉപ്പിലിട്ട നാരങ്ങ, ഉപ്പിൽ മാങ്ങ ഇട്ടിട്ട് കച്ചവടം നടത്തുക, പൈനാപ്പിൾ കച്ചവടം. സുബ്ഹാനല്ലാഹ്. സ്കൂളിൽ പഠിക്കേണ്ട കാലത്ത് 4 കറുത്തക്ഷരം പഠിക്കേണ്ട സമയത്ത് പാപ്പാന് തിന്നാൻ നോക്കിയ സ്വന്തം മക്കളെ കടത്തിന്. ഇന്നലെ ഒരു കടയുടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു, വീഡിയോ. ഉപ്പിലിട്ട നാരങ്ങായും അതുപോലെ മുന്തിരിങ്ങായും അതുപോലെ സാധനങ്ങൾ ഉപ്പിലിട്ടിട്ട് കച്ചവടം നടത്തുന്നുള്ളൂ. എന്തുവാടോ? പഠിക്കേണ്ട സമയത്ത് പഠിപ്പിക്കും മക്കളെ. കുട്ടികളോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞ എല്ലാത്തിനും വാശിയ. അല്ലാഹു നമ്മുടെ മക്കളുടെ വാശിയൊക്കെ മാറ്റി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരാത്ത ഒന്നും ലോകത്തില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരാത്ത ഒന്നുമില്ല. ഖുർആൻ എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെയാണ്, ഒരു മഹല്ല് പരിപാലിക്കേണ്ടത് എങ്ങനെയാണ്, ഒരു ജമാഅത്ത് പരിപാലിക്കേണ്ടത് എങ്ങനെയാണ്, ഒരു വീട് പരിപാലിക്കേണ്ടത് എങ്ങനെയാണ്, മക്കളോട് പെരുമാറേണ്ടത് എങ്ങനെയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദീന് പഠിപ്പിച്ചു തരാത്ത ഒന്നുമില്ല. ആ ഖുർആൻ ഒരു പ്രാവശ്യമെങ്കിലും ആ കറുത്ത അക്ഷരമൊന്ന് വായിച്ചു നോക്കാനുള്ള മനസ്സുണ്ടായിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കള് കാരണം നമുക്ക് സങ്കടപ്പെടേണ്ടി വരില്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 114 സൂറത്തുകൾ, 6600 പരം വരുന്ന ആയത്തുകൾ. ആ ഖുർആനിലൂടെ ഞാനും നിങ്ങളും ഒന്ന് കണ്ണോടിച്ചു നോക്കിയ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നുണ്ട്. മുൻഗാമികളുടെ ഒരുപാട് ചരിത്രങ്ങൾ അള്ളാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുന്നുണ്ട്. ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം അള്ളാഹു പറയുകയാണ്. ഖുർആൻ എന്ന് പറയുന്നത് ഒരു ചരിത്ര പുസ്തകമല്ല. ആ ചരിത്രം അള്ളാഹു എനിക്കും നിങ്ങൾക്കും പഠിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. ആ ഖുർആനിൽ അല്ലാഹു ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു ഒരു പ്രവാചകന്റെ ചരിത്രം പറയുകയാ. യാക്കൂബ് എന്ന് പറയുന്ന ഒരു പിതാവിന്റെ ചരിത്രം അല്ലാഹുവിന്റെ ഖുർആൻ ഇവിടെന്ന് പറഞ്ഞു തരികയാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാം, യാക്കൂബ് എന്ന് പറയുന്ന ഒരു പ്രവാചകന്റെ ചരിത്രം പറഞ്ഞു തരികയാണ്. ആ ചരിത്രം പറയാനുള്ള കാരണം, യാക്കൂബ് എന്ന് പറയുന്ന പ്രവാചകൻ ഒരു പിതാവായിരുന്നു. 12 മക്കളെ വളർത്തിയ ഒരു പിതാവാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. 1 അല്ല 2 അല്ല 5 അല്ല 12 ആൺമക്കളെ വളർത്തിയ പിതാവാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. പടച്ചവനെ, ആ യാക്കൂബ് എന്ന് പറയുന്ന പിതാവിന്റെ ചരിത്രം അല്ലാഹു പറയുകയാണ്. എന്നിട്ട് അല്ലാഹു തന്നെ പറയുന്നു, അഹ്സനുൽ ഖസസ്, ഏറ്റവും മനോഹരമായ ചരിത്രം. ഖുർആൻ തന്നെ പറയുന്നു ഏറ്റവും മനോഹരമായ ചരിത്രം. ആ 12 മക്കളെ വളർത്തിയ പിതാവിന്റെ ചരിത്രം അല്ലാഹു പറയുകയാ. പഠിക്കണേ വാപ്പമാരെ, ഒരിക്കലെങ്കിലും ഒന്ന് വായിച്ചു നോക്ക്. എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്? ഒരു വാപ്പയുടെ ക്വാളിറ്റി എന്താ? ഒരു വാപ്പയുടെ യോഗ്യത എന്താ? ഒരു പിതാവെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? യാക്കൂബ് എന്ന് പറയുന്ന പിതാവിന്റെ ചരിത്രം അവിടെ നിന്ന് വായിച്ചു നോക്ക്. സാധാരണ ഒരു പ്രവാചകനല്ല, പാരമ്പര്യമായ ആ കുടുംബം മുഴുവനും പ്രവാചക പരമ്പരയാണ്. യാക്കൂബ് നബിയുടെ വാപ്പയാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ആ കുടുംബത്തിലെ സഹോദരനാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. അവിടുത്തെ വാപ്പയാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഇസ്ഹാഖ് നബി, യാക്കൂബ് നബി, യൂസുഫ് നബി, സുലൈമാൻ നബി, അയ്യൂബ് നബി, സുലൈമാൻ നബി, യൂനുസ് നബി, പടച്ചവനെ ദാവൂദ് നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം, മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ. ആ പരമ്പര ഇങ്ങനെ കടന്നു വരികയാണ്. പ്രവാചക പരമ്പരയാണ്, പ്രവാചക പരമ്പരയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് യാക്കൂബ് എന്ന് പറയുന്ന പിതാവിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു തരുമ്പോ ഒന്ന് പഠിക്കണേ. യാക്കൂബ് നബി ആരാണ്? ആ യാക്കൂബ് നബി എന്ന് പറയുന്ന പിതാവ് ആരായിരുന്നു? ആ പിതാവിൽ നിന്ന് ഞാനും നിങ്ങളും പഠിക്കേണ്ട പാഠം എന്താണ്? അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, പടച്ച റബ്ബേ, ഞങ്ങളുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളിൽ നീ പെടുത്തണേ അല്ലാ. എന്റെ
പ്രിയപ്പെട്ടവരെ, യാക്കൂബ് നബിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. യാക്കൂബ് നബിയുടെ ഒന്നാമത്തെ പ്രത്യേകത എന്താ? യാക്കൂബ് നബിയുടെ ഒന്നാമത്തെ പ്രത്യേകത എന്താ? ഒരു വാപ്പ ആദ്യമായിട്ട് തന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്താണെന്നറിയോ? ഒരു വാപ്പ എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടതെന്നറിയുമോ? ഇബ്രാഹീമു ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് തന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒന്നാമത്തെ കാര്യം എന്താ? അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, മക്കളെ, ജീവിതമെന്ന് പറയുന്നത് ആസ്വദിക്കാനുള്ളതല്ല, അടിച്ചു പൊളിക്കാനുള്ളതല്ല, നിനക്കൊക്കെ തോന്നുന്നത് പോലെ ജീവിക്കാനുള്ളതല്ല, ഇഷ്ടമുള്ളത് തിന്നും കുടിച്ചും ജീവിക്കാനുള്ളതല്ല. നീ അല്ലാഹുവിന്റെ അടിമയാണ്. നിനക്കൊരു യജമാനനുണ്ട്, പടച്ച റബ്ബ്. ആ പടച്ച റബ്ബ് പറയുന്നത് പോലെ വേണം ജീവിക്കാൻ. നീ ദീനനുസരിച്ചിട്ട് വേണം ജീവിക്കാൻ. നീ ദീനനുസരിച്ചിട്ട് വേണം ജീവിക്കാൻ. ആ ദീന് പറയുന്ന രീതിയിൽ വേണം നീ ജീവിക്കാൻ. അല്ലാതെ നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കാൻ കഴിയില്ല. നിനക്കൊരു മതമുണ്ട്, നിനക്കൊരാദർശമുണ്ട്. ആ ആദർശം മുറുകെ പിടിച്ചു വേണം നീ ജീവിക്കാൻ. അങ്ങനെ ജീവിച്ചാല് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് നീ ഈമാനോടുകൂടി മരിക്കാൻ കഴിയോ? മുസ്ലിമായിട്ടേ മരിക്കാൻ കഴിയോ? മഹാനായ ദാവൂദ് നബി അലൈഹി, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒന്നാമത്തെ കാര്യം ദീനായിരുന്നു, ആദർശമായിരുന്നു, മതത്തെക്കുറിച്ചായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാക്കൂബ് നബി ഇടയ്ക്കിടയ്ക്ക് തന്നെ മക്കളെ ഉപദേശിക്കുമായിരുന്നു. അവസാനം പടച്ച റബ്ബ് വയസ്സാം കാലത്തും മരണത്തോട് മല്ലടിക്കുമ്പോഴും യാക്കൂബ് നബി തന്റെ മക്കളെ 12 പേരെയും അടുത്ത് വിളിക്കുകയാണ്. അംകുന്തും ശുഹദാ ഇദ് ഹളറ യാക്കൂബൽ മൗത്ത്. പടച്ചവനെ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മരണമെടുക്കുന്ന സമയത്ത്, തന്റെ സക്കറാത്തിന്റെ അവസ്ഥ കടന്നു വന്നപ്പോ തന്റെ പൊന്നാര മക്കളെ മുഴുവനും അടുത്ത് വിളിക്കുകയാണ്. എന്നിട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം ചോദിക്കുകയാ, അം കുന്തും ശുഹദാ ഇദ് ഹളറ യാക്കൂബൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. മക്കളെ, ആരെയാണ് ആരാധിക്കേണ്ടത്? ഏത് മതമാണ് മുറുകെ പിടിക്കേണ്ടത്? ഏത് ആദർശമാണ് മുറുകെ പിടിക്കേണ്ടത്? വാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് മുഴുവനും ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാ വാപ്പ മരിക്കാൻ പോവുകയാ. മാ തഅബുദൂന മിൻ ബഅദി. വാപ്പ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? വാപ്പ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? പിതാവെന്ന് പറഞ്ഞാൽ ഒരു യോഗ്യതയാണ്. പിതാവിനുണ്ടാകേണ്ട ഒരു സ്വഭാവം എന്ത്? യാക്കൂബ് നബി ചോദ്യം ചോദിച്ചു, മക്കളെ കൊണ്ട് മറുപടി പറയിപ്പിക്കുകയാണ്. അം കുന്തും ശുഹദാ ഇദ് ഹളറ യാക്കൂബൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. വാപ്പ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? പറയടാ മക്കള്. യാക്കൂബ് നബി തന്റെ പൊന്നാര മക്കളോട് ചോദിക്കുമ്പോ ആ മക്കള് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? അവിടെന്ന് പറയുകയാണ്, ഖാലൂ നഅ്ബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ്. ഉപ്പാപ്പയാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ആ പാരമ്പര്യമായി അവരാരെയാണോ ആരാധിച്ചത്, അവർ ഏത് മതമാണോ മുറുകെ പിടിച്ചത്, ഏത് ആദർശമാണോ മുറുകെ പിടിച്ചത്, ഒരു ചലനം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമില്ല. ഞങ്ങൾ അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നത്, ഞങ്ങൾ അങ്ങ് പറഞ്ഞ ആദർശമാണ് മുറുകെ പിടിക്കുന്നത്. യാക്കൂബ് നബി ചിരിച്ചു, പെങ്ങളെ
ഒരു വാപ്പയ്ക്ക് ഇതിനെക്കാളും വലിയ എന്ത് സന്തോഷമാണ് വേണ്ടത്? അവിടെ നിന്ന് ചിരിക്കുകയാണ്. എങ്കിൽ പറഞ്ഞു മക്കളെ, എങ്കിൽ നീയൊക്കെ രക്ഷപ്പെട്ടടാ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തോട് വിട പറഞ്ഞു എന്ന് ഖുർആൻ പറയുമ്പോ ഈ വഅദ കേൾക്കാൻ വന്നിരിക്കുന്ന വാപ്പാ പണമുണ്ടാക്കാനുള്ള എളുപ്പ വഴിയല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കണം, നിനക്കൊരു മതമുണ്ടടാ, നിനക്കൊരു ദീനുണ്ടടാ, നിനക്കൊരു ആദർശമുണ്ടടാ. മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒന്നാമത്തെ കാര്യം ആദർശമാണ്, ദീനാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. പഠിച്ചവനെ, ദീനെന്ന് പറഞ്ഞാൽ, ആദർശമെന്ന് പറയുന്നത് അമാനത്താ. അത് ഉസ്താദന്മാരുടെ ജോലി മാത്രമല്ല, അത് ഉസ്താദിന്റെ ജോലി മാത്രമല്ല. ആദർശമെന്ന് പറയുന്നത് അമാനത്താ. 1500 കൊല്ലം മുമ്പ് നിബിതങ്ങൾ തന്റെ അവസാന പ്രഭാഷണത്തിൽ ലക്ഷോപലക്ഷം വരുന്ന സ്വഹാബത്തിനോട് നിബിതങ്ങൾ ദീൻ പറഞ്ഞു കൊടുത്തു ബല്ലിഗ് അന്നീ വലവായ സ്വഹാബാ. ഇവിടെ നിന്ന് കേട്ടവര് കേൾക്കാത്തവർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണേ. ഒട്ടകം ഏതു ഭാഗത്താണോ, കുതിര ഏതു ഭാഗത്തേക്കാണോ തിരിഞ്ഞു നിന്നത്, ആ ഭാഗത്തേക്ക് കടന്നു വന്ന് പാരമ്പര്യമായി തലമുറകൾ കൈമാറി നിന്റെ കയ്യിൽ വന്നിരിക്കുന്ന ഈ ആദർശമുണ്ടല്ലോ, ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നിന്റെ കടമയാണ്, നിന്റെ ബാധ്യതയാണ്. ഉസ്താദന്മാരുടെ ജോലി മാത്രമല്ല. ഏത് വാപ്പയാ മക്കൾക്ക് ആദർശം പറഞ്ഞു കൊടുക്കുന്നത്? ഒരു വീടിന്റെ അകത്ത് പോലും പടച്ചവനെ വാപ്പയ്ക്കൊരാദർശമാണ്, ഉമ്മയ്ക്കൊരാദർശമാണ്, മക്കൾക്കൊരാദർശമാണ്. റജബ് വന്നാ വഴക്കാണ്, ബറാഅത്ത് വന്നാ വഴക്കാണ്, നബിദിനം വന്നാ വഴക്കാണ്. പടച്ചവനെ, ഏത് കാര്യം വരുമ്പോഴും വീടിന്റെ അകത്ത് വാപ്പയും ഉമ്മയും മക്കളും തല്ലാട്. അവിടെ പോലും ഒരു യോജിപ്പില്ല, ആദർശത്തിൽ പോലും ഒരു യോജിപ്പില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വളർന്നു വരുന്ന കുട്ടികളുണ്ടല്ലോ, അവരെയാണെന്ന് മറ്റുള്ളവർക്ക് വേണ്ടത്. അവരെ വഴിപിടപ്പിക്കാൻ പലരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവര് പുസ്തകങ്ങളിൽ നിന്നാണ് ദീൻ പഠിക്കുന്നത്, പ്രഭാഷണ ക്ലിപ്പുകളിൽ നിന്നാണ് ദീൻ പഠിക്കുന്നത്. അവരുടെ ഹൃദയത്തിലേക്ക് വിഷം കുത്തിവെച്ച് കൊടുക്കുകയാണ്, വഴിപിടച്ചു പോവുകയാണ്. അതുകൊണ്ട് ഉപ്പമാരെ, മക്കൾക്ക് ആദർശം പറഞ്ഞു കൊടുക്കരുത്, ആദർശത്തിൽ വെള്ളം കലക്കരുത്, ആദർശം മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ വലിയ നാശത്തിലേക്കാണ് കടന്നു വരുന്നത്. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ സമുദായം 73 വിഭാഗമാകും. എന്റെ സമുദായം 73 വിഭാഗമാകും. ആ 73 വിഭാഗത്തില് 72 വിഭാഗവും നരകത്തിലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒന്നാമത്തെ കാര്യം ആദർശം പഠിപ്പിച്ചു കൊടുക്കണം. മക്കൾ ആ ദീൻ പറഞ്ഞു കൊടുക്കണമെങ്കിൽ വാപ്പയ്ക്ക് ദീൻ ഉണ്ടാകണം. വാപ്പ കൊരങ്ങൻ ചാടുന്നത് പോലെ അപ്പുറം ഇപ്പുറം ചാടിയിട്ട് കാര്യമില്ല. എടോ, ഒരു ആദർശം ഉണ്ടാകണം. ഈ ആദർശമാണ് ഈ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ സമുദായം 73 വിഭാഗമാകും. ഇപ്പൊ തന്നെ എത്ര വിഭാഗം ഉണ്ടെന്ന് അറിയത്തില്ല. ഓരോന്നിനും 10ഉം 11ഉം വിഭാഗങ്ങളാ. എടോ, എന്റെ സമുദായം 73 വിഭാഗമാകും. ആ 73-ൽ 72 നരകത്തില. ഒരേ ഒരു വിഭാഗമേ സ്വർഗത്തിൽ പോകൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞു അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സ്വർഗത്തിൽ പോകുന്ന ഒരു വിഭാഗം ആരാന്ന് ചോദിച്ചാ ഈ 72 വിഭാഗവും പറയും ഞങ്ങളാണെന്ന്. അതാ ഈ 72 വിഭാഗവും പറയും ഞങ്ങളാ ബാക്കിയുള്ളതൊക്കെ പോക്കാം. എടാ, ഒരു ദിവസം 2 വഖത്ത് നമസ്കാരമേ ഉള്ളൂ എന്ന് പറയുന്നവനും ചോദിച്ചാൽ അവനും പറയും ഞങ്ങൾ മാത്രമേ പോകത്തുള്ളൂ. ഈ മഹാന്മാരെ കുറ്റം പറയുന്നവൻ പറയും ഞങ്ങൾ മാത്രമേ പോകത്തുള്ളൂ. നബിതങ്ങളുടെ നബിദിനത്തെ വിമർശിക്കുന്നവൻ പറയും ഞങ്ങൾ മാത്രമേ പോകത്തുള്ളൂ. എടാ, എല്ലാ മലയാളത്തിൽ ഓതുന്നവരും പറയും ഞങ്ങളെ പോകത്തുള്ളൂ. എല്ലാരും പറയുന്നത് ഞങ്ങളാ പോകുന്നേ.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, ആ സ്വർഗത്തിൽ പോകുന്ന ഞങ്ങളാ നോക്കുമ്പോ പടച്ചവനെ പറയുന്നതൊക്കെ നല്ല കാര്യങ്ങളാ. നമ്മൾ വിചാരിക്കും ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോ ഈ പറയുന്നതൊക്കെ നല്ലതല്ലേ, എന്താ ഇതിനകത്ത് സംശയം? എന്താ? ബുദ്ധി കൊണ്ട് ചിന്തിക്കും. അങ്ങനെ യുക്തിയും ബുദ്ധിക്കും വില, ദീനിനൊന്നും വിലയില്ല. എല്ലാവരും ചിന്തിക്കുന്നത് എങ്ങനെയാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വഴിപടപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്നുണ്ട് കുറെ എണ്ണം. അപ്പൊ നിങ്ങൾ ഞങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, ഉസ്താദെ ഇതൊക്കെ ഉസ്താദന്മാരും തങ്ങന്മാരൊക്കെ തന്നെയല്ലേ പറഞ്ഞു തരുന്നത്? ഏത് പ്രസ്ഥാനം എടുത്തു നോക്കിയാലും ഇതിന്റെയൊക്കെ തലപ്പത്തിരിക്കുന്നവന്റെ താടിയുടെ നീളം, നിസ്കാരത്തഴമ്പ്, തലപ്പ, ഷാള്, തയ്യില്, തസ്ബീഹ് എല്ലാം ഉണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ദീൻ പറയണമല്ലോ. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ആരെയും തൃപ്തി നോക്കിയിട്ട് എനിക്കൊന്നും പറ്റൂലല്ലോ. എടോ, നിങ്ങൾ ചിന്തിക്കണം, ഈ താടിയും തഴമ്പും കണ്ടിട്ട് നിങ്ങൾ ആരും വീണൊന്നും പോകരുത്. അതിലൊന്നും ഒരു കാര്യമില്ല. ഈ താടിയും തഴമ്പും തസ്ബീഹും ഒരു പച്ചശാലിട്ട തങ്ങളാവോ? എടാ, ദീനുണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ? ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യൻ ആലിമാണെന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ. ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യനാരാ? വെടിയുണ്ടതുപോലെ ഇരിക്കുന്നു. ആരാ മനുഷ്യന്മാരെ? ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യനാരാ? ഉസ്താദന്മാര്. പച്ച മലയാളം പറ. ആരാ? ഉസ്താദന്മാര്. അള്ളാഹു ഞങ്ങളെയൊക്കെ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളെയൊക്കെ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ഏറ്റവും വൃത്തികെട്ടവനാരാ? ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും വൃത്തികെട്ടവനാരാ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? അത് ഉസ്താദന്മാര് തന്നെ. അള്ളാഹു കാക്കുമാറാകട്ടെ. അത് തിരിക്കൊന്നും വേണ്ട, ഞാൻ ഉള്ളതാ പറഞ്ഞ. ഉള്ളത് പറയുന്നതിന് എന്താ? എടാ, ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ലവനും ആലിമ, ഏറ്റവും വഴിപടച്ചവനും ആലിമ. നിങ്ങൾ ഇങ്ങനെ വീണു പോകരുത്. അത് ഇതും കണ്ടിട്ട്. എടാ, വീട് ഉദ്ഘാടനം ചെയ്യാൻ മാത്രമല്ല തങ്ങളെ വിളിക്കണത്, ഉസ്താദിനെ വിളിക്കണത്. കട ഉദ്ഘാടനം ചെയ്യുമ്പോ, താമസം കയറുമ്പോ, കുറ്റിയടിക്കുമ്പോ, കല്യാണത്തിന്, നിക്കാഹിന്, എന്തിനും ഉസ്താദ്. നരകത്തെ ഉദ്ഘാടനം ചെയ്യാനും അള്ളാഹു വിളിക്കുന്നത് ഉസ്താദന്മാരെ തന്നെയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാതെ കള്ളുകുടിയെ വെച്ചിട്ടല്ല ഉദ്ഘാടനം ചെയ്യുന്നേ. അതുകൊണ്ട് താടിയും തഴമ്പും ഒന്നും കണ്ടിട്ട് നിങ്ങൾ വീണു പോകരുത്. അതിലൊന്നും ഒരു കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞിട്ടും ആദർശം നേരെയല്ലെങ്കിൽ പിന്നെന്ത്? എടാ, ആദർശമില്ലെങ്കിൽ പിന്നെ എന്ത് തങ്ങള്, എന്ത് ആലിമ, എന്ത് പണ്ഡിതൻ, എന്ത് പ്രഭാഷകൻ, ഏത് ആരുമാകട്ടെ, ആദർശം വേണമല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അതുകൊണ്ട് നമ്മൾ ഇന്ന് ആദർശം, നമ്മൾ ചിലരെ പറയും വലിയ ആളാ. എടാ, പടച്ചവനെ ഫ്ലെക്സ് അടിച്ചു വെച്ചിരിക്കുക. ഞാൻ ഒരാൾക്കാർ പറയുന്ന അവിടെ ഒരാളുണ്ട്, പോയി കഴിഞ്ഞാൽ ചത്ത കോഴിയെ പറപ്പിക്കുന്ന ആളാ, 5 പേരെ നിർത്തിയിരിക്കുക. ഇത് പറയാൻ പബ്ലിസിറ്റിക്ക് വേണ്ടി ആളെ നിർത്തുന്ന കാലം. അവിടെ ഒരാളുണ്ട്, അവിടെ പോയ പെണ്ണുങ്ങൾ അതിനിങ്ങനെ നടക്കുന്നുണ്ട്. ഇങ്ങനെ നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പെണ്ണുങ്ങൾ തന്നെയാ പബ്ലിസിറ്റി. അവിടെ ഒരാളുണ്ട്, പടച്ചവനെ എത്ര അവിടെ പോയി നിരയായി, ഇങ്ങനെ പറയാൻ ആളെ നിർത്തുന്ന കാര്യം. അത് മഹാന്മാരാണെങ്കിലും ആരാണെങ്കിലും. ഇവിടെ ഒരിക്കലും മഹാന്മാരൊന്നും അങ്ങനെ ആഗ്രഹിക്കുന്നില്ലടോ. ഒരാളെ ഞാൻ വലിയവനാണെന്ന് പറയാൻ ഒരാളും ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ട്, മഹാന്മാർക്ക് കറാമത്തുണ്ട്. ഇന്നൊക്കെ ജീവിക്കുന്ന തങ്ങന്മാരാകട്ടെ, സയ്യിദന്മാരാകട്ടെ, അവർക്കൊക്കെ അള്ളാഹു കൊടുത്ത ഒരു അനുഗ്രഹമുണ്ട്. ഒരു വാക്ക് പറഞ്ഞാൽ മതി, എത്ര തന്നെ. അതൊക്കെ അവരുടെ കറാമത്തുകളാ. എന്നും പറഞ്ഞത് പബ്ലിസിറ്റി ആക്കാനുള്ളതല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഇന്നിത് പറഞ്ഞു പരത്താൻ വേണ്ടി ഒരു സംഘത്ത് നിർത്തിയിരിക്കുന്നു, പിഴപ്പിക്കാൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. സ്വഹാബത്തിന്റെ കാലത്ത് ഇശാ നിസ്കാരം കഴിഞ്ഞ് ഒരാളിങ്ങനെ പള്ളിയിൽ കിടക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കറുത്ത മുടിയൊക്കെ ജടപിടിച്ച ഒരാൾ പള്ളിയിലേക്ക് കയറി വന്നു. അദ്ദേഹം പള്ളിക്കകത്ത് കയറി വന്നു. ഒന്നാമത്തെ സഫിൽ പോയി 2 റക്അത്ത് നമസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞ ഉടനെ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി, ആരുമില്ല. പള്ളിക്കകത്ത് ഒരാളിങ്ങനെ കിടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ചരിത്രം പറയുന്നത് ആ മനുഷ്യൻ ഉറങ്ങുന്നത് പോലെ കണ്ണടച്ച് കിടക്കുകയാണ്. അദ്ദേഹം ഉറങ്ങുന്നത് പോലെ കണ്ണടച്ച് കിടക്കുകയാ. അയാൾ ഉറങ്ങിയിട്ടില്ല. അപ്പൊ ഈ ഒന്നാമത്തെ സഫിലിരിക്കണ ചങ്ങാതി വിചാരിച്ചു ഇദ്ദേഹം ഉറങ്ങുകയാണെന്ന് മനസ്സിലായപ്പോ 2 കൈയും ഉയർത്തിയിട്ട് പടച്ചവനോട് പറഞ്ഞു, അല്ലാഹുവേ, ഇന്ന് ഞാൻ ഈ കൈ താഴ്ത്തി ഇവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് നീ മഴ തന്നിരിക്കണം. അള്ളാഹിനോട് പറയാ, പടച്ചവനെ, ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് നീ മഴ തന്നിരിക്കണം. ഈ ഹദീസ് പറയുന്ന ആ മനുഷ്യൻ ചിന്തിക്കുകയാ, അന്ന് രാവിലെ സഹാബത്ത് മുഴുവനും ഒരുമിച്ച് കൂടിയിട്ട് മഴ പെയ്യാൻ വേണ്ടി ദുആ ചെയ്തിട്ട് മഴ പെയ്തിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത്
അന്ന് ഒരുമിച്ച് കൂടിയിട്ട് മഴ പെയ്യാൻ വേണ്ടി ദുആ ചെയ്തിട്ട് മഴ പെയ്തിട്ടില്ല. അന്നാണ് ഒരു മനുഷ്യൻ പള്ളിക്കകത്ത് വന്നിരുന്നിട്ട് അള്ളാഹിനോട് പറയാ, ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് മഴ തരണം. ഇയാള് ചിന്തിക്കുക, ഇയാളിപ്പോ ആരാപ്പ പടച്ചനെ, ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ചിരി വന്നു? അദ്ദേഹത്തിന് തന്നെ കോമഡി കേട്ടതുപോലെ ചിരി വരികയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യൻ ദുആ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പേ മഴ പെയ്തു. അയാൾ എഴുന്നേറ്റ് നിസ്കാരം തുടങ്ങി, ദിക്റുകൾ പറയാൻ തുടങ്ങി, ഖുർആൻ ഓതാൻ തുടങ്ങി. അങ്ങനെ നേരം വെളുത്തു, സുബഹി നിസ്കാരമെല്ലാം കഴിഞ്ഞു. ജനങ്ങളൊക്കെ പള്ളിയിൽ വന്ന് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിപ്പോയപ്പോ ഈ ഉറങ്ങിയതുപോലെ കിടന്ന മനുഷ്യൻ ആ ദുആ ചെയ്ത ആ മുടി ജടപിടിച്ച കറുത്ത മനുഷ്യന്റെ പുറകെ നടക്കാൻ തുടങ്ങി. നടന്ന് അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിലെത്തിയപ്പോ ഇദ്ദേഹം ചെന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ, നിങ്ങൾ ആരാ? ഇന്നലെ രാത്രി നിങ്ങൾ ദുആ ചെയ്തപ്പോഴാ മഴ പെയ്ത്, നിങ്ങൾ സാധാരണ ആളൊന്നുമല്ല, നിങ്ങൾ ആരാണെന്ന്. അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു, ഞാൻ ദുആ ചെയ്തിട്ട് മഴ പെയ്തോ? പോടാന്ന് പറഞ്ഞു കല്ല് പറക്കി എറിഞ്ഞു. പോടാന്ന് പറഞ്ഞു, ഓടിച്ചു കളഞ്ഞു. അവിടെ നിന്ന് കല്ല് പറക്കി എറിഞ്ഞു, ദേഷ്യപ്പെട്ടുകൊണ്ട് പോടാന്ന് പറഞ്ഞു. എന്നിട്ട് വീടിന്റെ അകത്ത് കയറി വാതിലടച്ചു. പിന്നെ 3 ദിവസം ഈ മനുഷ്യനെ പള്ളിയിൽ കാണാതെ വന്നപ്പോ ഈ തെരഞ്ഞുപോയ മനുഷ്യൻ വീണ്ടും തെരഞ്ഞുപോയി. അപ്പൊ അയൽവാസിയോട് ചോദിച്ചു, ഇവിടെ ഒരാളുണ്ടായിരുന്നല്ലേ, എന്തേന്ന്? അന്ന് നിങ്ങൾ വന്നപ്പോ വഴക്കുണ്ടായില്ലേ? നിങ്ങൾ പോയതിനു ശേഷം ആ മനുഷ്യൻ ഇവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി, നാട് തന്നെ വിട്ടുപോയി. അള്ളാഹു നമുക്ക് ഈ മന്ദിരം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാണ് മഹാന്മാര്. അവരറിയാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ കറാമത്തുകൾ ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവര് പിന്നെ ആഗ്രഹിക്കുന്നില്ല, നാട് വിടാൻ പോകും. കാരണം മറ്റുള്ളവർ അറിയുന്നത് അവർ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ഇന്നെന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ പരസ്യപ്പെടുത്തുകയാ, പറഞ്ഞു കൊടുക്കാൻ ആള് നിർത്തുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നബിതങ്ങളെ പറയുകയാണ്, 72 വിഭാഗവും നരകത്തിലാണ്. സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരു വിഭാഗം ആരാ? പടച്ചവനെ, ഒരേ ഒരു വിഭാഗം. അവരാരെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, പടച്ചവനെ, സഹാബത്ത്, താബഈങ്ങള്, തബഉ താബഈങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, പാരമ്പര്യമായി പടച്ചവനെ ഒരു തസ്ബീഹിലെ മുത്തുമണി പോലെ പാരമ്പര്യമായി കടന്നു വന്ന ഈ ദീനനുസരിച്ച് ജീവിക്കുന്നവരുണ്ടല്ലോ, ഈ ആദർശം അനുസരിച്ച് ജീവിക്കുന്നവരുണ്ടല്ലോ. ഇന്നലെ പെയ്ത മഴയ്ക്ക് വന്ന പുൽച്ചെടിയല്ലടോ, പാരമ്പര്യമായി കടന്നു വന്ന ദീനിങ്ങനെ മുറുകെ പിടിച്ചു ജീവിക്കുന്നവർ. അവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അവരെ കുറിച്ചാണ് സുന്നികൾ എന്ന് പറയുന്നത്. സുന്നി എന്ന് പറയുന്നത് ആ ആദർശം മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആ ഒരു വിഭാഗമല്ലാതെ വേറൊരു വിഭാഗവും സ്വർഗത്തിലേക്ക് കടക്കുകയില്ല. അതുകൊണ്ട് അവരിലേക്ക് അടുക്കൂ. ചന്ദനം ചാരിയ ചന്ദനം മണക്കുമല്ലോ. അവരുമായിട്ട് ബന്ധപ്പെടുപങ്ങള്. വെക്കേഷന്റെ സമയമാണല്ലോ, പള്ളികളിൽ ഉസ്താദന്മാരുണ്ടല്ലോ. പടച്ചവനെ കൊണ്ടുപോയിട്ട് ആദർശം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്ക്, ദീൻ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്ക്, എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്ക്. അല്ലാതെ ഏതെങ്കിലും തൊപ്പിയില്ലാത്തവൻ ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും വിളിച്ചു പറയുമ്പോ അതാണ് ദീനെന്ന് പറഞ്ഞവന്റെ പുറകിൽ പോയാൽ നരകത്തിനടിത്തട്ടിലേക്ക് പോയി വീണു പോകുമെന്നുള്ള സത്യം നിങ്ങൾ മറന്നു പോകരുത്. പടച്ചവനെ ഇത് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവർ, ഈ സദസ്സിലിരിക്കുന്ന മാതാപിതാക്കളും സങ്കടപ്പെടുകയാണ്. ഉസ്താദേ, എന്റെ മകൻ നല്ലവനായിരുന്നു, അവനൊന്ന് സൗദിയിൽ പോയിട്ട് വന്നപ്പോൾ അവന് പല സംശയമായി. അവന് തറാവീഹ് 8 റക്അത്തായി. മഹാന്മാര് മരിച്ചു പോയവരായി. പടച്ചവനെ, അവൻ എന്തിനും തെളിവ് ചോദിക്കാൻ തുടങ്ങി. വീടിന്റെ അകത്ത് പോലും പടച്ചവനെ അവന് പലതും ചോദിക്കാൻ തുടങ്ങി. മക്കള് കാരണം സങ്കടപ്പെടുന്ന ഒരുപാട് മാതാപിതാക്കൾ, ആദർശം വ്യത്യസ്തമായി പോയതിന്റെ പേരിൽ ഒരുപാട് സങ്കടപ്പെടുന്ന ഉമ്മ. എന്തിനാ ഉമ്മ സങ്കടപ്പെടുന്നത്? എന്തിനാ ഉമ്മ നീ സങ്കടപ്പെടുന്നത്? മരിച്ചാ കൊണ്ടുപോയി കുഴിച്ചിട്ടാ മതി. 3 ഇല്ല, 7 ഇല്ല, 11 ഇല്ല, 40 ഇല്ല, ആണ്ടില്ല, ചത്തുപോയല്ലോ എന്ന് പറയുന്ന മക്കള് കാരണം സങ്കടപ്പെടുന്ന വാപ്പമാരെ, പ്രസവിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം മക്കളാകണമെന്നില്ല. നിന്റെ രക്തത്തിൽ പിറന്നു എന്നതിന്റെ പേരിൽ സാധാരണ രീതിയിൽ നോക്കിയ മക്കളാണ്, എന്നാ മക്കളാകണമെന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി ദഅവത്ത് നടത്തിയ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, അതുപോലെ ഒരു പ്രവാചകനും ദഅവത്ത്
ദഅവത്ത് നടത്തിയിട്ടില്ല. ആ പ്രവാചകന് അതാ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരുമായി തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയമുണ്ടായപ്പോ കപ്പലിൽ രക്ഷപ്പെടുകയാണ്, മുസ്ലിമീങ്ങളുമായി രക്ഷപ്പെടുകയാണ്. ആ പോകുന്ന വഴിയിൽ തന്റെ പ്രിയപ്പെട്ട പൊന്നാരമകന് വെള്ളത്തിന്റെ അകത്ത് കിടന്ന് മുങ്ങുകയാണ്. അവന് വെള്ളത്തിന്റെ അകത്ത് കിടന്ന് മുങ്ങുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന് സങ്കടമായി. തന്റെ പൊന്നാരമകനാണല്ലോ. അവിടെ നിന്ന് വിളിക്കുന്നു, യാ ബുനയ്യ, ഉപ്പാട പൊന്നുമോനെ, ഉപ്പാട പൊന്നുമോനെ, വാപ്പാട ആദർശം മുറുകെ പിടിക്കടാ, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കടാ. ഈ കപ്പലിലേക്ക് കേറ്, ഈ കപ്പലിലേക്ക് കേറ്. ഇത് അള്ളാഹുവിന്റെ അദാബാ, സാധാരണ മഴവെള്ളപ്പൊക്കമല്ല, ഇത് സാധാരണ ഒരു മഴയല്ല, ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് മോനെ. ഉപ്പാട കൂടെ കപ്പലിൽ കയറി വിശ്വാസം മുറുകെ പിടിച്ച് രക്ഷപ്പെടാൻ വിളിച്ചപ്പോ ആ മകന് 950 കാലം ദഅവത്ത് നടത്തിയ നൂഹ് നബിയോട് കനാൻ എന്ന് പറയുന്ന പൊന്നുമകൻ പറഞ്ഞു, വാപ്പാ വാപ്പ വാപ്പാടെ പണി നോക്കിക്കോ, ഉപ്പ ഉപ്പാടെ കാര്യം നോക്ക്. വെള്ളപ്പൊക്കമുണ്ടായ ആ കാണുന്ന മലയുടെ മുകളിൽ കയറിയിട്ട് ഞാൻ രക്ഷപ്പെടും വാപ്പാ. വാപ്പ പറഞ്ഞു, ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹ്. മോനെ, ഇത് പടച്ച റബ്ബിന്റെ വലിയ പരീക്ഷണമാടാ. വാപ്പ പറയുന്നത് അനുസരിക്കാതെ ആ പൊന്നുമകൻ അനുസരിക്കാൻ തയ്യാറാകാതെ വന്നപ്പോ അതാ പടച്ചവനെ തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ തന്റെ പൊന്നാര മകൻ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങുമ്പോ വാപ്പയല്ലേ നൂഹ് നബി, വാപ്പയല്ലേ നൂഹ് നബി, തന്റെ പൊന്നാര മകൻ ഈമാനില്ലാതെ വെള്ളത്തിന്റെ അകത്ത് കിടന്ന് മുങ്ങിച്ചാകുന്നത് കണ്ടപ്പോ നൂഹ് നബിക്ക് സങ്കടമായി. അവിടെ നിന്ന് വിളിക്കുന്നു, വനാദാ നൂഹുൻ റബ്ബഹു ഫഖാല റബ്ബി ഇന്നി ബിനി മിൻ അഹ്ലി വഇന്ന വഅദകൽ ഹഖ് വഅന്ത അഹ്കമുൽ ഹാകിമീൻ. നൂഹ് നബി അല്ലാഹുവിനോട് പറയുന്ന, പടച്ചവരെ, നീ എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, നീ എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, എന്റെ അഹിലിന്, എന്റെ കുടുംബത്തിന് സംരക്ഷണം തരുമെന്ന്, എന്റെ കുടുംബത്തിന് സംരക്ഷണം തരുമെന്ന് നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പടച്ചവര്, ഈ വെള്ളത്തിൽ മുങ്ങിച്ചാകുന്നത് എന്റെ മകനല്ല, എന്റെ മോനല്ല, എന്റെ കുടുംബമല്ല, എന്റെ അഹില അല്ല. നൂഹ് നബി അലൈഹിസ്സലാം പടച്ചവനോട് ചോദിക്കുമ്പോ, പെങ്ങളെ, നൂഹ് നബിയുടെ മകനാണ്, നൂഹ് നബിയുടെ മകനാണ്, നൂഹ് നബിയുടെ രക്തത്തിൽ പിറന്ന മകനാണ്. എന്നാൽ അല്ലാഹു പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഖാല യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക. വിട്ടേക്ക് നൂഹ്, 18 കൊല്ലം 19 കൊല്ലം പൊന്നുപോലെ വളർത്തിയിട്ട് കണ്ടവന്റെ കൂടെ ഇറങ്ങി പോകുന്ന മക്കള് കാരണം എന്തിനാ ഉമ്മ സങ്കടപ്പെടുന്നത്? എന്തിനാ വാപ്പാ സങ്കടപ്പെടുന്നത്? വിട്ടേക്ക് വാപ്പാ. വലൈസ മിൻ അഹ്ലിക. ആദർശം വേറെയാ, നിന്റെ കുടുംബമല്ല, നിന്റെ കുടുംബമല്ല, ആദർശം വേറെയാണെന്ന് ഖുർആൻ എവിടെന്ന് പറയുമ്പോ നൂഹ് നബിയോടാ പറഞ്ഞത്, നബിയെ, അങ്ങയുടെ കുടുംബമല്ലവന്, അങ്ങയുടെ കുടുംബക്കാരനല്ല, ആദർശം വേറെയായി പോയി, വഴി വേറെയായി പോയി, തല തിരിഞ്ഞു പോയി. വിട്ടേക്കാൻ അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ, വാപ്പമാരെ, യാക്കൂബ് നബി തന്റെ പൊന്നാര മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒന്നാമത്തെ കാര്യം ദീനാണ്, ആദർശമാണ്, വിശ്വാസമാണ്. അത് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് യാക്കൂബ് നബിയുടെ ചരിത്രം പഠിപ്പിക്കുകയാ, വിശദീകരിക്കുന്നില്ല. ഗുണപാഠം എന്താണ്? ഒരു വാപ്പയ്ക്കുണ്ടാകേണ്ട, ഉമ്മയ്ക്കുണ്ടാകേണ്ട രണ്ടാമത്തെ ക്വാളിറ്റി എന്താണ്? മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് 12 മക്കളാണുള്ളത്. 11ാമനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് എന്ന് പറയുന്ന മകന് 11ാമത്തെ മകനാണ്. ആ ചെറിയ മകൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വരികയാണ്. വാപ്പാടെ ചാരത്ത് വന്നിട്ട് പറയുന്നു, വാപ്പാ, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു വാപ്പാ.
യൂസുഫ് എന്ന് പറയുന്ന 11ാമത്തെ ചെറിയ മകന് ഉപ്പാന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, വാപ്പാ ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു വാപ്പാ. പടച്ചവനെ, ആ മകൻ വന്നിട്ട് പറയുന്നത് അന്താരാഷ്ട്ര കാര്യമല്ല. വാപ്പാന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് തന്റെ മകനെ പിടിച്ചു മടിയിലിരുത്തുകയാണ്. എന്നിട്ട് ചോദിച്ചു, മോനെ, എന്റെ മോൻ കണ്ട സ്വപ്നം എന്താണ്? ഇവിടെ പഠിക്കേണ്ട ചില കാര്യമുണ്ട്, ഇവിടെ അറിയേണ്ട ചില കാര്യമുണ്ട്. യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് വീടിന്റെ അകത്ത് ചുമ്മാതെ കുത്തിയിരിക്കുന്ന മനുഷ്യനല്ല, ഒരു പ്രവാചകനാണ്, ഒരു സമൂഹത്തിന്റെ പ്രവാചകനാണ്, ഒരുപാട് തിരക്കുകളുള്ള പ്രവാചകനാണ്, വീണ്ടും 11 മക്കളുടെ വാപ്പയാണ്, കുടുംബത്തിന്റെ പല കാര്യങ്ങളും അറിയേണ്ട പിതാവാണ്. ആ തിരക്ക് പിടിച്ച യാക്കൂബ് എന്ന് പറയുന്ന പിതാവിന് തന്റെ പൊന്നാര മകൻ കണ്ട ഒരു സ്വപ്നം എന്താണെന്ന് ചോദിക്കാൻ, തന്റെ പൊന്നാര മകൻ കണ്ട ഒരു സ്വപ്നം എന്താണെന്ന് ചോദിക്കാൻ, അവന് പറയാനുള്ളത് കേൾക്കാനുള്ള സമയം യാക്കൂബ് നബിക്കുണ്ടായിരുന്നു. ഈ നിരന്നിരിക്കുന്ന ഏത് വാപ്പയ്ക്കാണ് മക്കൾക്ക് പറയാനുള്ളത് കേൾക്കാൻ സമയമുള്ളത്? വാപ്പ മക്കളോട് സംസാരിക്കാറില്ല, വാപ്പ മക്കളോട് സംസാരിക്കാറില്ല. ഉമ്മയ്ക്ക് തന്റെ മക്കളോട് സംസാരിക്കാൻ സമയമില്ല. സ്വന്തം മക്കളുടെ സങ്കടം കേൾക്കാൻ വാപ്പയ്ക്കും സമയമില്ല, ഉമ്മയ്ക്കും സമയമില്ല. മക്കളത് പറയാൻ തയ്യാറാകുന്നുമില്ല. കാരണം തിരക്കാണല്ലോ, 24 മണിക്കൂറും തിരക്കാണ്. മക്കളുടെ സങ്കടം കേൾക്കാൻ ഉപ്പയ്ക്ക് സമയമില്ല. നാട്ടുകാരുടെ വിഷയം തീർക്കണ്ട്, മഹലിന്റെ വിഷയം തീർക്കണ്ട്, മറ്റുള്ളവന്റെ മക്കളെ നന്നാക്കണ്ട്. സ്വന്തം വീടിന്റെ അകത്ത് പൊന്നാര മകന് സങ്കടമുണ്ട്, അവന്റെ സങ്കടം കേൾക്കാൻ നിനക്ക് സമയമുണ്ടോ വാപ്പാ? അതാ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, +1 പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന പൊന്നുമോൾ, അവളുടെ സങ്കടം കേൾക്കാൻ ഉമ്മയ്ക്ക് സമയമില്ല. കാരണം പടച്ചവനെ, കൂട്ടുകാരിയുടെ കുടുംബ വിഷയം തീർക്കണമല്ലോ, കൂട്ടുകാരുടെ കഥകൾ കേൾക്കണമല്ലോ. സ്വന്തം മക്കളോട് ചിരിക്കുന്ന മുഖത്തോടെ സംസാരിച്ച രാവുകൾ ഓർമ്മയുണ്ടോ വാപ്പമാരെ? ഉസ്താദേ, സ്നേഹമില്ല, പരിഗണിക്കുന്നില്ല, പറയുന്നതനുസരിക്കുന്നില്ല, അവൻ എന്നോട് കരുണ കാണിക്കുന്നില്ല. സങ്കടം പറയുന്ന വാപ്പാ, നീ അവനോട് കരുണ കാണിച്ചിട്ടുണ്ടോ? അവന് മനുഷ്യനാണെന്ന് ഒരു പരിഗണന കൊടുത്തിട്ടുണ്ടോ? പടച്ചവനെ, സ്വന്തം മക്കളുടെ ചുമലിലൊന്ന് കൈയിട്ടിട്ട്, എന്തേടാ മോനെ നിന്റെ സങ്കടം എന്താണ്? എന്റെ പൊന്നുമോന്റെ പ്രശ്നം എന്താണ്? അവനെ ഒന്ന് ചുമലിൽ കൈവച്ച് ചേർത്തു പിടിച്ചിട്ടൊന്ന് ചോദിച്ചാ അവൻ പറയില്ലേ, വാപ്പാ എന്തിനാ മോനെ സങ്കടപ്പെടുന്നത്? വാപ്പയില്ലേടാ, വാപ്പയില്ലേ എന്നും അവനെ സമാധാനിപ്പിച്ചിരുന്നെങ്കിൽ അവന് വഴിതെറ്റി പോകില്ലായിരുന്നല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മാതാവിനും പിതാവിനും സമയമില്ലാത്ത കാലമാ. മക്കളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ അവർക്ക് സമയമില്ല. മക്കളുടെ ഏറ്റവും വലിയ പരാതി, എന്റെ വാപ്പ എന്നോട് സംസാരിക്കാറില്ല, എന്റെ ഉമ്മ എന്നോട് സംസാരിക്കാറില്ല. ഇന്നത്തെ ഉമ്മമാർക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളെ പുറത്തു കൊണ്ടുപോകാൻ പേടിയാണ്. കാരണം എനിക്ക് ഇത്രയും വലിയ ഒരു മകളുണ്ടെന്ന് നാട്ടുകാര് വിചാരിക്കുമല്ലോ. പഠിച്ചവരെ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുടെ ഉമ്മയാണെന്ന് പറഞ്ഞാൽ അത് നാണക്കേടാണെന്ന് കരുതുന്ന പെണ്ണുങ്ങള്, മക്കള് തലതിരിഞ്ഞു പോയിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. വാപ്പ വിചാരിക്കേണ്ട ചില കാര്യമുണ്ട്. നീ പറയുന്നത് മാത്രമേ നടക്കാൻ പാടുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളുടെ ഏറ്റവും വലിയ സങ്കടം തിന്നാൻ കൊടുക്കുന്നില്ല എന്നല്ല, വാപ്പയും ഉമ്മയും അവർക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള സമയമില്ല. ഇരിക്കണ ഓരോ വാപ്പാനോടും ചോദിക്കട്ടെ, വാപ്പാന്ന് പറഞ്ഞ അയാൾക്കൊരു വിചാരമുണ്ട്, മക്കളോട് സംസാരിച്ച എന്തോ എല്ലാം അങ്ങ് തകർന്നു പോകുന്നു, മക്കളോട് സംസാരിച്ച എല്ലാം നശിച്ചു പോകുമെന്നൊരു ധാരണ. ഹിറ്റ്ലറെ പോലെയാ വാപ്പ. അയാൾ പറയും വീട്ടിൽ എല്ലാരും കേട്ടോണം. അയാളുടെ വാപ്പാടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാ, ഞാൻ പറയുന്നത് പോലെ നടക്കണം, വീട്ടിൽ ഞാൻ പറയുന്നത് തന്നെ നടക്കണം, വേറൊന്നുമില്ല. എല്ലാരും ബാക്കിയത് അടിമകളാ. അതൊക്കെ പണ്ടത്തെ കാലം പാപ്പ. സഹോദരൻ, അതൊക്കെ പണ്ട്. ഇപ്പൊ കാലം മാറി, കുട്ടികൾ മാറി. നീ ആരാ ഈ ഏകാധിപതിയെ പോലെ നീ മാറരുത്. എടോ, മക്കൾക്കും പല ആഗ്രഹങ്ങളുണ്ട്, പല സ്വപ്നങ്ങളുണ്ട്. അതെന്താണെന്ന് അറിയണം, അത് നീ ചോദിക്കണം. ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞു, പാപ്പ പറയും നീ ഡോക്ടർ ആവണം, നീ അത് പഠിക്കണം, ഇത് പഠിക്കണം. എടാ, നിന്റെ ആഗ്രഹം എന്താടാ? അത് ചോദിക്കൂല.
അവൻ ഇഷ്ടമുണ്ടോ ഇല്ലയോ നീ പറയുന്നതനുസരിക്കണം. അങ്ങത് മാന്യതയല്ലല്ലോ, ഒരു പ്രതിപക്ഷ ബഹുമാനം വേണ്ടേ? എടോ, മക്കൾക്ക് പറയാനുള്ളത് കേൾക്കണം. നല്ലതാണെങ്കിൽ നീ സ്വീകരിച്ചാൽ മതി, ഇല്ലെങ്കിൽ നീ സ്വീകരിക്കണ്ട. പക്ഷെ ചോദിക്കാനുള്ള ബാധ്യത വേണമല്ലോ. അതല്ലേ ദീൻ പഠിപ്പിക്കുന്നത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മകനെ അറുക്കാൻ വേണ്ടി ഒരു സ്വപ്നം കണ്ടപ്പോ നേരം വെളുത്തിട്ട് പോയിട്ട് വിളിച്ചിട്ട്, യൂസുഫേ, വാപ്പച്ചി ഇന്നലെ ഒരു സ്വപ്നം കണ്ടടാ, നിന്നെ അറുത്തു കൊടുക്കാൻ, നിന്റെ അഭിപ്രായം എന്താ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നിങ്ങൾ ചിന്തിക്കേണ്ടത് എവിടെയാ? ഇത്തത്തെ വാപ്പമാര് പഠിക്കണം. ആ 7 വയസ്സുള്ള മകനോട് എന്നിട്ട് വാപ്പ ചോദിക്കുന്നു, ഇന്നലെ രാത്രി നിന്നെ അറക്കാൻ വേണ്ടി ഒരു സ്വപ്നം കണ്ടു, എന്താ മോനെ നിന്റെ അഭിപ്രായം? എടാ, ഇത്രയും വളർന്നു അവൻ പെണ്ണ് കെട്ടാറായി, ഇത് ചോദിക്കാറുണ്ടോ? മക്കളോട് ചോദിക്കണം അവരുടെ ആഗ്രഹം എന്താണെന്ന്. എനിക്ക് അള്ളാഹു 3 മക്കളെ തന്നു, അള്ളാഹു 3 ആൺകുട്ടികളെ തന്നു, അള്ളാഹു ആ മക്കളെ ഹാഫിളീങ്ങളാക്കി തെരുമാറാകട്ടെ. ഞാൻ ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താടാ? ഒരുത്തൻ പറഞ്ഞു, എനിക്ക് പോലീസുകാരനാകണമെന്ന്. വല്ലാത്ത ആഗ്രഹം പോയി. ഒരുത്തന്റെ ആഗ്രഹം പോലീസുകാരനാകണം. രണ്ടാമത്തവനോട് ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താ? എനിക്ക് പൈലറ്റ് ആയാൽ മതി വാപ്പ. സുബ്ഹാനല്ലാഹ്. എന്നാലും ഞാൻ അവനെ വിഷമിപ്പിക്കാനൊന്നും തയ്യാറായില്ല. നീ പൈലറ്റ് ഒന്നും ആവരുത്, ഹറാമ, വേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ അവനോട് പറഞ്ഞ ഒരു കാര്യം, നീ പൈലറ്റ് ആവുകയോ ആര് വേണമെങ്കിലും ആയിക്കോ, പക്ഷെ നീ അതിനു മുമ്പ് അള്ളാഹുവിന്റെ ഖുർആൻ മുഴുവൻ ഒന്ന് പഠിക്കണം, ഹാഫിളാവണം. എന്റെ നിയമം അതാ, എന്റെ ആഗ്രഹം നീ ഹാഫിളാകണം. അള്ളാഹുവിന്റെ ഖുർആൻ മുഴുവനും പഠിച്ചതിന് ശേഷം നീ പൈലറ്റോ മന്ത്രി ആര് വേണമെങ്കിലും ആയിക്കോ, ഒരു കുഴപ്പമില്ല, പക്ഷെ ഹാഫിളാകണം. അള്ളാഹുവിന്റെ പൊന്നുമക്കളെ ഹാഫിളീങ്ങളാക്കി തെരുമാറാകട്ടെ. ഒരു ആമീൻ പറയണോ? അള്ളാഹു എൻ്റെ പൊന്നുമക്കളെ ഹാഫിളീങ്ങളാക്കി തെരുമാറാകട്ടെ. എനിക്ക് അത്ര ആഗ്രഹമുള്ളൂ. ഞാൻ പറഞ്ഞു, ഹാഫിളാകുന്നതിന്റെ പിറ്റേ ദിവസം പെട്ടിയെടുത്തോണ്ട് വീട്ടിൽ വന്നേക്കാൻ. കോളേജിൽ കൊണ്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്, 6 ജുസുവായി. അള്ളാഹു എൻ്റെ പൊന്നുമോനെ ഹാഫിളാക്കി തെരുമാറാകട്ടെ. ഞാൻ അവനോട് പറഞ്ഞു, ഹാഫിളാകുന്നതിന്റെ അതേ ദിവസം വണ്ടി വിളിച്ച് വീട്ടിൽ വന്നേക്കാൻ. നീ ഹാഫിളാകണം, എൻ്റെ ആഗ്രഹത. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളോട് ചോദിക്കുക അവരുടെ ആഗ്രഹങ്ങൾ. നീ ഒന്ന് ചോദിക്കുക പെങ്ങളെ, നിനക്ക് അടുക്കളയിൽ ചട്ടിക്കകത്ത് മീൻ പൊരിക്കുമ്പോഴും ഇങ്ങനെ വെച്ചിരിക്കുക. എല്ലാ പെണ്ണുങ്ങളും പറയും തോളിന് വേദനയാണ്. എങ്ങനെ വേദന വരാതിരിക്കും? എങ്ങനെ വേദന വരാതിരിക്കും? ചരിഞ്ഞിങ്ങനെ വെച്ചിരിക്കല്ലേ. എന്താ കാലം എന്ന് ആലോചിക്കേ. ഒന്ന് പെമ്മക്കളോടൊന്ന് സംസാരിക്കതാത്ത. നിന്റെ മോളല്ലേ, അവള് നല്ലത് ഇതാ നല്ലതാന്ന് പറ. അവളൊരു നല്ല വസ്ത്രം ഇട്ടാ നീ പറ നല്ല വസ്ത്രമാണെന്ന് പറ. നീ പറയത്തില്ല, കാരണം കുറഞ്ഞു പോയാലോ. പൊന്നുമോള് നല്ല വസ്ത്രം ധരിച്ചാൽ നല്ലതെന്ന് പറയണം, നല്ലത് ഇതാ നല്ലത് തന്നെ പറയണം മക്കൾ. ഇത്തിരി കാണാൻ ഇന്നത്തെ മുഖത്തൊരു പ്രകാശം ഉണ്ടല്ലോ മോളെ. ബസ് സ്റ്റോപ്പിൽ വായി നോക്കി ഒരുത്ത നിൽക്കുന്നുണ്ട്, അവൻ വരുന്ന പെണ്ണുങ്ങളോട് മൊത്തവും പറയുന്നത് സൂപ്പറാ സൂപ്പറാ സൂപ്പർ. അവൻ അതിനാ നിൽക്കുന്നത്, അവന് വേറെ പണിയൊന്നുമില്ല. അതുകൊണ്ടാണ് നിന്റെ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. മക്കളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്ക്. ദീനല്ലേ, ഇതൊക്കെ നന്മയല്ലേ, ഒരു മാനുഷിക പരിഗണന നൽകണ്ടേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസുഫ് എന്ന് പറയുന്ന ഒരു പൊന്നുമകന് 11ാമത്തെ പൊന്നുമോനാണ്. അവൻ പറഞ്ഞു, വാപ്പാ, ഞാനൊരു സ്വപ്നം കണ്ടു. എന്താടാ യൂസുഫേ? സമാധാനത്തോടെ അവനെ പിടിച്ചു മടിയിലിരുത്തുകയാണ്. യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് ആ മകന് പറയാനുള്ളത് കേൾക്കുകയാണ്. ആ മകന് പറയാനുള്ളത് കേൾക്കുകയാണ്. യൂസുഫ് എന്ന് പറയുന്ന മകൻ പറഞ്ഞ സ്വപ്നം എന്താ? വാപ്പാനോട് പറഞ്ഞു, വാപ്പാ, യൂസുഫ് കണ്ട സ്വപ്നം എന്തെന്നറിയുമോ? ഇത് ഖാല യൂസുഫ് ലി അബീഹി, അതാ പറയുന്നു, യാ അബതി ഇന്നി റഅയ്തു 11 കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. യൂസുഫ് എന്ന് പറയുന്ന മകൻ വാപ്പാനോട് പറയുന്നു, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമല്ല എനിക്ക് സുജൂദ് ചെയ്യുന്നതായി, എനിക്ക് സുജൂദ് ചെയ്യുന്നതായി ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് യൂസുഫ് നബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ യാക്കൂബ് നബിക്ക് മനസ്സിലായി, അത് സാധാരണ ഒരു സ്വപ്നമല്ല. ഇവന് സാധാരണ ഒരു പയ്യനല്ല, ഇവന് സാധാരണ ഒരു പയ്യനല്ല. യാക്കൂബ് നബിക്ക് അവിടെ നിന്ന് കാര്യം മനസ്സിലാവുകയാണ്. തന്റെ പൊന്നാര മകനോട് പറഞ്ഞ മറുപടി കേൾക്കണേ പെണ്ണുങ്ങള്. ഈ സദസ്സിലിരിക്കുന്ന ഉമ്മമാരും ഉപ്പമാരും അറിയണം, യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് തന്റെ പൊന്നാര മകനൊരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞപ്പോ അത് സാധാരണ ഒരു സ്വപ്നമല്ലെന്ന് മനസ്സിലായപ്പോ യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ്. ഈ മറുപടിയാണ് വാപ്പമാര് സൂക്ഷിക്കേണ്ടത്, ഈ മറുപടിയാണ് ഉമ്മമാര് പഠിക്കേണ്ടത്. യാക്കൂബ് നബി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഖാലയാ ബുനയ്യ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക ഫയഖീദു ലക കൈദാ ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ.
പേര് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. ഈ വഅദ കേൾക്കാൻ കടന്നു വന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് തന്റെ പൊന്നാര മകനോട് പറഞ്ഞു, മോനെ യൂസുഫ്, നീ കണ്ട ഈ സ്വപ്നത്തെ കുറിച്ച് നാട്ടുകാരോട് പറയാൻ പാടില്ല, കുടുംബക്കാരോട് പറയാൻ പാടില്ല, കൂട്ടുകാരോട് പറയാൻ പാടില്ല. ആരോടാ? ഇതൊന്നുമല്ല യൂസുഫ് നബിയോട് പറഞ്ഞത്. യാക്കൂബ് നബി പറഞ്ഞു, മോനെ നീ നിന്റെ സഹോദരങ്ങളോട് പോലും പറയല്ലേ. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. യാക്കൂബ് നബി പറഞ്ഞു, മോനെ നീ നിന്റെ സഹോദരങ്ങളോട് പോലും പറയാൻ പാടില്ല. വല്ലതും മനസ്സിലായോ മോനെ? എടാ, എനിക്ക് ബാംഗ്ലൂരിൽ കടയുണ്ട്, ദുബൈയിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഓരോ മാസവും എനിക്ക് വരുമാനം എത്രയുണ്ട്, പത്രത്തിലടിക്കുന്നത് പോലെ നാട്ടുകാരോട് മുഴുവനും പറഞ്ഞു നടക്കുന്ന പെങ്ങള് എല്ലാവരോടും പറയാൻ പാടില്ല, എല്ലാവരോടും പറയാൻ പാടില്ല. സ്വന്തം കൂടപ്പിറപ്പിനോട് പറയരുതെന്നാണ് യാക്കൂബ് നബി പറഞ്ഞത്. പടച്ചവനെ, അന്നതെനിക്ക് മനസ്സിലായില്ല, ഇന്നത് മനസ്സിലാകുന്നുണ്ടോ? അതിന്റെ കാരണം കുടുംബക്കാരൻ സ്വന്തം കൂടപ്പിറപ്പ് എന്നെക്കാളും വളരാൻ പാടില്ല, അവൻ എന്നെക്കാളും വളരണ്ട, അവൻ എന്നെക്കാളും നല്ല ഒരു ജീവിതം കിട്ടണ്ട. കൂടപ്പിറപ്പ് തന്നെ മുട്ട കുടിച്ചിടുന്ന കാലമല്ലേ മക്കള്? നാട്ടുകാരല്ല സിഹർ ചെയ്യുന്നത്, സ്വന്തം കൂടപ്പിറപ്പ് ചെയ്യുകയാണ്. അവൻ എന്നെക്കാളും വളരാൻ പാടില്ല, അവൾക്ക് എന്നെക്കാളും നല്ല ഒരു ജീവിതം കിട്ടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം സിഹർ ചെയ്യുന്ന കാലത്താ ജീവിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാം പത്രത്തിൽ കൊടുക്കുന്നത് പോലെ വിളിച്ചു പറയരുത്, എനിക്കതുണ്ടടാ ഇതുണ്ടടാ. അങ്ങനല്ല. അൽഹംദുലില്ലാ, നല്ലതാണ്, അത് മാത്രം മതി പെങ്ങള്. യാക്കൂബ് നബി മക്കളോട് പറഞ്ഞു കൊടുത്തു, മകനോട് പറഞ്ഞു കൊടുത്തു, പറയരുത്. യൂസുഫ് എന്ന് പറയുന്ന ഒരു മകൻ സ്വപ്നം കണ്ടിട്ട് വാപ്പാനോട് പറഞ്ഞപ്പോ വാപ്പായ്ക്ക് മനസ്സിലായി ഇത് സാധാരണ ഒരു സ്വപ്നമല്ല. മോനെ, നാട്ടുകാരോടും കുടുംബക്കാരോടും അയൽവാസികളോടും ഒന്നും പറയരുതെന്നല്ല, നീ നിന്റെ കാക്കാമാരോട് പോലും ഇത് പോയി പറയരുത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.